അതുപോലെ തന്നെയാണ് അനാട്ടമി മ്യൂസിയവും. കുട്ടികൾക്ക് നേരിട്ട് കണ്ടുപഠിക്കുന്നതിന് 50,000-ൽ പരം സാമ്പിളുകളാണ് ഇവിടെ നിരത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ ഏറ്റവും വിശാലമായ ലൈബ്രറി തന്നെയാണ് വിംസിനുള്ളത്. അതിനായി ഒരു ഫ്ലോർ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. പല വിഭാഗങ്ങളിലായി ഈ ലൈബ്രറി കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. മെഡിക്കൽ റഫറൻസ് ഗ്രന്ഥങ്ങളുടെ അമൂല്യ ശേഖരത്തിന് പുറമെ അന്താരാഷ്ട്ര ജേണലുകളും ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെലവിടുന്ന വേളകൾ കുട്ടികൾ കൂടുതൽ അറിവിലേക്ക് നീങ്ങുകയാണ്. IT അസിസ്റ്റഡ് ടീച്ചിങ്ങിൻ്റെ ഭാഗമായി ലൈബ്രറിയിൽ ഡിജിറ്റൽ സൗകര്യങ്ങളും കുട്ടികൾ വിനിയോഗിക്കുന്നു. ലേണിംഗിൻ്റെ ഭാഗമായാണ് ITAT ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഡിജിറ്റലായിട്ടുള്ള ഒരു യുഗമാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു സമൂഹത്തിൽ വളരെയധികം ഡിജിറ്റലൈസേഷൻ യൂസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ സംബന്ധിച്ച് ഇപ്പോൾ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തന്നെ വളരെയധികം വീഡിയോസ് മെഡിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസാണ് നമ്മൾ MED-RC എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ MED-RC സോഫ്റ്റ്വെയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ മറ്റുള്ള കോളേജുകളിലുള്ള അധ്യാപകർ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ സ്റ്റുഡൻസിനും ഒരു ലാപ്ടോപ്പ് ഉണ്ട്. എന്നിട്ട് ഈ ലാപ്ടോപ്പിലേക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ലാപ്ടോപ്പിലേക്ക് കൊടുക്കും. ഈ പഠന സമ്പ്രദായത്തിൻ്റെ ഭാഗമായി തന്നെയാണ് വൈഫൈ ക്യാമ്പസ് തീർത്തിരിക്കുന്നതും. കോളേജിനുള്ളിലും ക്യാമ്പസിൻ്റെ പച്ചപ്പിലും കുട്ടികൾ അറിവിൻ്റെ ലോകത്തേക്ക് വിരൽത്തുമ്പിലൂടെ കടന്നെത്തുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയും പരിസ്ഥിതി സ്നേഹവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തോടുള്ള കടപ്പാടും കുട്ടികളെ വളർത്തുന്നതിനുമുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായുണ്ട്. കുട്ടികളിവിടെ സ്വന്തം മരങ്ങൾ നട്ടുവളർത്തുന്നു. പുറം ക്യാമ്പസിലേക്ക് സ്ഥിരമായി ഇറങ്ങുന്നു. ഒപ്പം ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി പരിശീലനവും ഇവർ നേടുന്നു. നമ്മളിപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ മീറ്റ് ദി അച്ചീവേഴ്സ്, അപ്പോൾ അവർ ഈ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇങ്ങനെയുള്ള പല അവരുടെ മേഖലകളിൽ വൻ വിജയം വരിച്ചിട്ടുള്ള ആളുകളായിട്ട് കുട്ടികൾക്ക് ഇൻട്രാക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, സെമിനാർസ്, ഈ MBBS കരിക്കുലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഉള്ള ഒരു വിജയികളായ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടർമാർ, നല്ല ഡോക്ടർമാരെ ആക്കുക എന്നതാണ് ഒരു പ്രാഥമിക ഉദ്ദേശം. അതേ സമയത്ത് തന്നെ അതിൻ്റെ ഇപ്പുറത്ത്
ഈ വൈദ്യ വിദ്യാർത്ഥിയുടെ അയാൾ മികച്ച വൈകാരികതയുള്ള ഒരു ഡോക്ടർ കൂടിയാവണമല്ലോ. അതുകൊണ്ട് വൈകാരിക സമ്പുഷ്ടതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ ഗ്രൂപ്പ് ഗെയിംസും ഇൻട്രാക്ഷൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പോലെയുള്ള ഈ മറ്റ് അതിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ പാർശ്വ ഈ ലബ്ധികളുണ്ടല്ലോ, അല്ല അതുപോലെയുള്ള സാധനങ്ങൾ സംവിധാനങ്ങൾ അത് നമ്മൾ ഒരേ സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരേപോലെ വൈകാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള ഒരു തുലനം സംഭവിച്ചിരിക്കുന്ന ഒരു മികച്ച ഒരു വൈദ്യവിദ്യാർത്ഥി ആവണം ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടത്. പഠനത്തിനു പുറമെ കുട്ടികളുടെ വൈകാരിക തലങ്ങൾക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്പോർട്സും ഗെയിംസും ഇതിൻ്റെ ഭാഗമായാണ്. ചിട്ടയായ പരിശീലനവും അതിനുവേണ്ട മൈതാനവും സൗകര്യങ്ങളും ഈ കാടിൻ്റെ മുകൾ തട്ടിൽ ഒരുക്കിയിരിക്കുന്നു. സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന വൈദ്യപ്രതിഭകൾക്ക് ഈ പരിശീലനം വൈകാരിക പോഷണത്തിൻ്റെ ഭാഗമായാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ചെയർമാൻ്റെ ഈ വീക്ഷണം തന്നെ അടുത്ത ഒരു 15 വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 20 വർഷങ്ങൾക്കുള്ളിൽ ഈ രാജ്യത്തിലെ ഏറ്റവും മികച്ച 10 മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിട്ട് DMVMS മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യം ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചുറ്റുപാടിൽ ഈ പ്രകൃതി നിങ്ങൾ കണ്ണോടിച്ച് നോക്കൂ. ഇവിടെ ലഷ് ഗ്രീനാണ്. ഇത് ഒരു വളരെയധികം ഈ നറിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സമ്പുഷ്ടതയുള്ള ഒരു ഹൃദയത്തിൻ്റെ പ്രതീകം കൂടിയാണത്, ഈ പച്ചപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പച്ചപ്പ് പ്രകൃതിയിൽ നിന്നും ഇവിടുന്ന് പോകുന്ന വൈദ്യവിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ മനസ്സിലേക്ക് ആവാഹിക്കുവാനും അവർ സന്നിവേശിപ്പിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആലങ്കാരിക ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച ഈ ഇൻ്റലക്ച്വൽ നിലവാരമുള്ള ഡോക്ടർമാരും അതേ സമയത്ത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും പ്രത്യേകിച്ച് പാർശ്വവൽകൃതമായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ പാർശ്വവൽകൃത ജനങ്ങളുടെ പോലും ആരോഗ്യ പരിരക്ഷയോട് അങ്ങേയറ്റം വൈകാരികമായിട്ടും പോസിറ്റീവായിട്ടും സമീപിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വൈദ്യ ഡോക്ടർമാരുടെ സമൂഹമായിരിക്കും ഇവിടുന്ന് ഈ പടിയിറങ്ങി പുറത്തേക്ക് പോകുന്നത്. ഒരു വളരെ വലിയ വിപുലമായ നമ്മളുടെ എയിം അതാണ്. അതായത് നാട്ടുകാരുമായിട്ട് ചേർന്ന് പരിസ്ഥിതികളുമായിട്ട് ചേർന്ന് രോഗനിർണയവും രോഗചികിത്സയും നടത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. So when they finish the whole thing, they will come out as caring doctors who are not only, who have experience treating less privileged people and interacting with less privileged people. That is what our country needs. Because if you look at India, most of the doctors are in the cities. Rural areas very poorly staffed as far as doctors are concerned. We are hoping ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാം ട്രെയിനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് because of their experience working in rural areas, many of them will be able to actually go and work out in the rural areas. അങ്ങനെ നാളത്തെ ലോകത്തിന് കർമ്മമികവും പ്രതിബദ്ധതയും അർപ്പണതയുമുള്ള ഒരു വൈദ്യസമൂഹത്തെ വാർത്തെടുത്ത് നൽകുവാനുള്ള നവമൂശിയായി മാറിയിരിക്കുന്നു ഈ വിംസ്. ഡോക്ടർ ആസാദ് മൂപ്പൻ എന്ന ക്രാന്തദർശിയുടെ വീക്ഷണത്തിൻ്റെ വിശാലതയിൽ രാജ്യത്തിന് അഭിമാനമായി തന്നെ. ഈ ആഴ്ചത്തെ കാഴ്ചാവിശേഷങ്ങൾ പകർന്ന നാട്ടിലൂടെ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ കാഴ്ചാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.